എപ്പോഴും നമ്മൾ ആലോചിക്കുക, സക്സസിൻ്റെ പ്രൈസ് ആണോ അതോ റിഗ്രറ്റിൻ്റെ പെയിനാണോ ഏറ്റവും വലുത്? ഇത് വലിയൊരു ചോദ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കേണ്ടതാണ്. സക്സസിൻ്റെ പ്രൈസാണോ അതോ റിഗ്രറ്റിൻ്റെ പെയിനാണോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും റിഗ്രറ്റിൻ്റെ പെയിനായിരിക്കും. അതായത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹം നമ്മുടെയൊക്കെ ഉള്ളിൽ ചെറുപ്രായത്തിലുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ റിയാലിറ്റി ഇതാണ്, ഇത്രയും നമുക്ക് പറ്റുള്ളൂ. ഇപ്പുറത്തെ വീട്ടിലുള്ളവരും ഇപ്പുറത്തെ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ സുഹൃത്തുക്കളെ വെച്ച് നോക്കുമ്പോൾ എനിക്കും കുഴപ്പമില്ല, ആവറേജ് അവരെക്കാളൊക്കെ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ജീവിതമുണ്ട്, ഓക്കെ ഇതൊക്കെ ഉള്ളൂ. അല്ല ചെറുപ്പത്തിൽ നമ്മൾ കണ്ട സ്വപ്നമൊക്കെ വെറുതെ രാത്രി കണ്ട സ്വപ്നം പോലെ നമ്മൾ മറന്നു കളഞ്ഞിട്ട് നോർമൽ ലൈഫ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരിൽ നിന്ന് മാറി വ്യത്യസ്തനായിട്ട് ഹയർ ലെവലിൽ വളരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പെയിൻ എടുത്തേ പറ്റുള്ളൂ. ആ സക്സസ് എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രൈസ് കൊടുത്തേ പറ്റുള്ളൂ. സാക്രിഫൈസിൻ്റെ സ്റ്റോറിയാണ് സക്സസ് എന്ന് പറഞ്ഞാൽ. സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയിട്ടുണ്ടെങ്കിൽ സാക്രിഫൈസിൻ്റെ സ്റ്റോറിയാണ്. അതിനുള്ള പെയിൻ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ സക്സസിൻ്റെ പെയിനാണോ അല്ലെങ്കിൽ സക്സസിൻ്റെ പ്രൈസാണോ റിഗ്രറ്റിൻ്റെ പെയിൻ? അതായത് നാളെ ഇതൊന്നും സാധിച്ചില്ലല്ലോ എന്നോർത്ത് അയ്യോ എന്നെ കൊണ്ടൊന്നും സാധിച്ചില്ല, ജീവിതത്തിലൊരു പരിശ്രമവും ഞാൻ നടത്തിയിട്ടില്ല, ഒരു ശ്രമവും നടത്താതെ നമ്മൾ ഈ ലോകത്തുനിന്ന് വിട്ടുപോകുന്നതിൻ്റെ ഒരു റിഗ്രറ്റാണോ, ആ ഒരു പെയിനാണോ, അതോ സക്സസിൻ്റെ ആ ഒരു പ്രൈസാണോ വലുതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും ആ റിഗ്രറ്റിൻ്റെ പെയിൻ തന്നെയായിരിക്കും. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ, ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് പലതും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു, ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് പല നല്ല ശതമാനം ആൾക്കാരും മരിക്കുന്ന സമയത്ത് ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ശ്രമിച്ചു നടക്കാതിരുന്നത് ദാറ്റ് ഈസ് ഡിഫറൻറ്റ്. എനിക്കൊന്നും ശ്രമിക്കാൻ പറ്റിയില്ലല്ലോ, ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ള റിഗ്രറ്റോട് കൂടി മരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. ഈ പ്രോസസ്സിനകത്ത് നമ്മൾ ധാരാളം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചിലപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വരാം. ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവർ നെഗറ്റീവായിട്ടുള്ള അല്ലെ അവർക്ക് ഫ്രീക്വൻസി ഒരു നെഗറ്റീവ് വൈബുള്ള ആൾക്കാരിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ. സക്സസ് മാത്രം തലയിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഓരോരുത്തരോടും രാവിലെ ജോയിൻ ചെയ്യാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിരാവിലെയുള്ള സമയം 90 മിനിറ്റ്സ് 90 ഡേ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആയേ മതിയാവുള്ളൂ. ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ 2006 നടന്നിട്ടുള്ള സക്സസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടോക്സിക് ആയിട്ടുള്ള അല്ലെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റഡിയാണ് 2006 ബാഡ് ആപ്പിൾ എഫക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ബാഡ് ആപ്പിൾ എഫക്റ്റ് ഇതിനകത്ത് പ്രൂവ് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് പല ഗ്രൂപ്പുകൾ 4-5 പേരുള്ള പല ഗ്രൂപ്പുകളെ എടുത്തിട്ട് അതിനകത്തൊരു ടോക്സിക് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളെ അതിനകത്ത് ഇട്ടു. എന്നിട്ട് ട്രയൽസ് നടത്തിയപ്പോൾ കണ്ടത് ഈ ടോക്സിക്കായ ഒരാൾ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പ് ഭയങ്കരമായിട്ടൊരു 50% അവിടെ പ്രശ്നങ്ങൾ കൂടുതൽ, മറ്റുള്ള ഗ്രൂപ്പുകളെ വെച്ച് നോക്കുമ്പോൾ 50% അവിടെ പ്രശ്നങ്ങൾ കൂടുതലും, അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് 25% ഔട്ട്പുട്ട് കുറയ്ക്കാനും ഒരു നെഗറ്റീവ് ആൾ പോലും സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ബാഡ് ആപ്പിൾ എഫക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ചിലപ്പോൾ നമ്മൾ ക്രൗഡിൽ നിന്നും ചിലപ്പോൾ കുറേ നമ്മൾ മാറേണ്ടി വരും, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ചിലപ്പം ഫ്രീ ആയിട്ട് കുറച്ച് കാലത്തെ ഒരു വലിയ വിജയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് കുറേ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഇത് മാറേണ്ടി വരും. നമ്മൾ ഏത് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്തും ചിലപ്പം സാധാരണ നമ്മൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരിൽ നിന്നൊരു നമ്മുടെ പ്രയോറിറ്റി മാറിയുണ്ട്. ചിലപ്പോൾ പണ്ടത്തെ പോലെ അവരുമായിട്ട് ചിലപ്പം നമുക്ക് തമാശ പറഞ്ഞ് ചിലപ്പോൾ കൂടുതൽ സമയം ചിലവാക്കാൻ ചിലപ്പോൾ കണ്ടെന്ന് വരികയില്ല. പക്ഷേ വലിയ സക്സസ്സിനെ ചേസ് ചെയ്ത് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. വലിയ സക്സസ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇതുവരെ നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത അല്ല ചെറുപ്പത്തിൽ നമ്മൾ കണ്ടു മറന്ന പല കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ബിസിയാകുമ്പോൾ ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നിടത്തോളം സമയം നേരത്തെ നമ്മൾ കാഷ്വലായിട്ട് സമയം ചിലവാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരിൽ ചിലപ്പം ഒന്ന് കുറച്ച് കാലത്തേക്ക് കട്ട് ഓഫ് ചെയ്യേണ്ടി വന്നേക്കാം. അത് പക്ഷേ ചില ആൾക്കാരിൽ ഹർട്ട് ചെയ്തേക്കാം. പക്ഷേ ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെയും സക്സസിൻ്റെ ജേർണി അങ്ങനെ തന്നെയാണ്.